ഇൻകം ടാക്സിലെ ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ അണ്ടർ 8C വരുന്ന ഡിഡക്ഷനാണ്. അപ്പോൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ടോട്ടൽ ഇൻകം കൂട്ടുമ്പോൾ അയാളുടെ ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ബിസിനസ്സിൽ നിന്നും അതർ സോഴ്സും എല്ലാം കൂട്ടി 5 ഹെഡ് എന്നുള്ള ഇൻകം കൂട്ടുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരുപാട് എമൗണ്ടുകൾ കുറക്കാൻ, നമ്മളൊരുപാട് ചിലവുകളും കുറേ നിക്ഷേപങ്ങളും കുറക്കാൻ ഇൻകം ടാക്സ് നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അതിനാണ് ഡിഡക്ഷൻ എന്നറിയാം. അപ്പോൾ സെക്ഷൻ 8C 8CC 8CCD ഇങ്ങനെ തുടങ്ങിയിട്ട് 8C മുതൽ ഒരുപാട് സെക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറേ ഡിഡക്ഷനുകൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 13. മിസ്റ്റർ സുരാജ് 55 വയസ്സുള്ള ആളാണ്. താഴെ പറഞ്ഞ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ ഡിഡക്ഷൻ എലിജിബിൾ ഫോർ മിസ്റ്റർ അജയ്. ക്വസ്റ്റ്യനിൽ ചെറിയ ആളെ പേരടക്കം മാറിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് സുരാജ് തന്നെ എടുക്കാം. അണ്ടർ 80C, അതായത് 80C സെക്ഷൻ അനുസരിച്ച് 80C എന്നാ പറയാം, 80C അനുസരിച്ച് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു 5 എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ തന്നിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തത് 35,000, പ്രിൻസിപ്പൽ എമൗണ്ട് ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് 26,000 കൊടുത്തു, ലോണല്ല. 14,000 രൂപ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കൊടുത്തു, അതിന് ഇൻട്രസ്റ്റ് കിട്ടാൻ ബാക്കി 2,500 ഉണ്ട്. ഇൻഷുറൻസ് മദർ ലൈഫിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം 2,500. സുകന്യ സമൃദ്ധി സ്കീം അനുസരിച്ച് പോസ്റ്റ് ഓഫീസിൽ 25,000 നിക്ഷേപിച്ചു. 80C അനുസരിച്ച് ഇതിലേതിനൊക്കെ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടുന്ന, ഇതിന് ഉത്തരം എഴുതണമെങ്കിൽ ആദ്യം 8C നമ്മൾ സെക്ഷൻ നോക്കണം. 8C അനുസരിച്ച് ഏതൊക്കെ പദ്ധതിക്കാണ് ഇൻഷുറൻസ് ഈ ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ലോ ഇവിടെ ഡിഡക്ഷൻ 8C സെക്ഷൻ 80C പിന്നെ വരുന്ന ഡിഡക്ഷനുകൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ദ ഡിഡക്ഷൻ ഇസ് അവൈലബിൾ ഓൺ ദ ബേസ് ഓഫ് സ്പെസിഫൈഡ് ക്വാളിഫയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഏതൊക്കെയാണ് താഴെ പറയുന്നുണ്ട്. ടുവാർഡ്സ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ആന്യൂറ്റി പ്ലാൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെ പോയിട്ട് ദ ഫോളോയിങ് സ്കീം ന്യൂ ജവാൻ അക്ഷയ് നമ്മളെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഉണ്ടോ നോക്കാം. അതേപോലെ തന്നെ സുകന്യ സമൃദ്ധി അക്കൗണ്ട് അതിവിടെ വരുന്നുണ്ട്. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ഹോം ലോൺ അതും ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ പേയ്മെൻറ്റ് ഓഫ് ട്യൂഷൻ ഫീസ്, എമൗണ്ട് ഇൻവെസ്റ്റ് ഡിബെഞ്ചർ, ഇക്വിറ്റി ഷെയറിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷനുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനും 80C അനുസരിച്ച് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രൊവിഡൻറ്റ് ഫണ്ടും ഇതിൽ വന്നു. അപ്പോൾ ഇതിൽ വരാത്ത എന്തേ ഉള്ളൂ, മദറുടെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്, അത് എക്സെപ്ഷൻ ഡിഡക്ഷൻ നൽകുന്നില്ല, ബാക്കി മൊത്തം ഡിഡക്ഷൻ ഉണ്ട്. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം, മാക്സിമം ഡിഡക്ഷൻ 1,50,000, 1,50,000 മേലേക്ക് ഡിഡക്ഷൻ അനുവദിക്കില്ല. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ചോദ്യത്തിൽ 1 ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമ്മുടെ ആ പറഞ്ഞ സെക്ഷനിൽ പെട്ട്, അപ്പോൾ 35,000 ഡിഡക്ഷൻ അനുവദിക്കുന്നതാണ്. അതേപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് 26,000, അതും ഡിഡക്ഷൻ അനുവദിക്കുന്നതാണ്. അപ്പോൾ 35 26,000. ഡെപ്പോസിറ്റ് 14,000 പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിച്ച 14,000, അതും ഡിഡക്ഷൻ 80C അനുസരിച്ച് അനുവദിക്കും. പക്ഷേ അക്വേർഡ് ഇൻട്രസ്റ്റിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് 2,500 കൂട്ടില്ല. ഡി ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ഓൺ മദർസ് ലൈഫ്, മദറിൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടച്ച 2,500, അത് 80C അതില്ല. ഡെപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി സ്കീം അനുസരിച്ച് പോസ്റ്റ് ഓഫീസ് 25,000, അതും നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 35 + 26 + 14 + 25, ടോട്ടൽ എത്ര ഉണ്ടാവും, 1,00,000. അപ്പോൾ 1,00,000 രൂപയാണ് ആകെ ഉള്ളത്. നമ്മുടെ മാക്സിമം ലിമിറ്റ് 1,50,000 അപ്പോൾ ലിമിറ്റിലേക്ക് എത്താത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് 1,00,000 രൂപ ഡിഡക്ഷൻ അനുവദിക്കും. ഇത് നമുക്ക് എങ്ങനെ കിട്ടിയത്, ഈ 8C ലോയിൽ പറഞ്ഞ ഏതൊക്കെ നിക്ഷേപങ്ങളുണ്ടോ ആ നിക്ഷേപം നമ്മൾ ഇതുമായിട്ട് ടച്ച് ചെയ്ത് നോക്കി. അതിൽ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ഓൺ മദേഴ്സ് ലൈഫ്, മദറിൻ്റെ ലൈഫിൻ്റെ മേലുള്ള ഇൻഷുറൻസ് പ്രീമിയം അല്ലാത്തതൊക്കെ ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. വേറെയും കുറേ ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് നമ്മളൊന്ന് നോക്കണം.
അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് അവലോകനം ചെയ്യുമ്പോൾ തന്നെ ആ ലിസ്റ്റ് 2-3 പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൽ പെടുന്നൊക്കെ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് 80C അനുസരിച്ച് ഡിഡക്ഷൻ കിട്ടുന്നത്. ഇനി 8CCC, 8CD, 8DDB ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ 8DD, 8E, EEB, EEA ഇങ്ങനെ ഒരുപാട് സെഷൻസ് ഉണ്ട്. ഒക്കെ ഡിഡക്ഷനുകളാണ്. 80-ൽ സെഷൻ 80 80-ൽ മൊത്തം ഡിഡക്ഷൻസാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ അവലോകനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും പരീക്ഷയ്ക്ക്.